കുറേ മിസൈലുകൾ കയ്യിലുണ്ട്, അത് ആക്രമിക്കാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഒരു രാജ്യത്ത് കയറി ആക്രമിച്ചു, അവിടെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി, ഓക്കെ, അത് ശരിയാണ്. ഇസ്രായേൽ എന്താണ് ചെയ്തത്? ഇസ്രായേലിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവരുടെ ആണവ വ്യാപനം ഇല്ലാതാക്കുക. അതിന് കൃത്യമായിട്ട് ഓർക്കുക, സെൻട്രിഫ്യൂജസ് അടക്കം ഇറാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫാക്ടറി അടക്കം, അവിടേക്ക് പോകുന്ന റോഡടക്കം എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നു. ഇനി സൈനിക മേഖലയിൽ പ്രധാനമായിട്ടും സൈനിക നേതാക്കന്മാരെ വധിച്ചതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ സൈനിക നേതാക്കന്മാരെല്ലാം ഈ മിഡിൽ ഈസ്റ്റ് ഈ മേഖലകളിൽ കിടക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരും അതിന് നയിക്കുന്നവരും അതിനു വേണ്ട തല ഉപയോഗിക്കുന്നവരെല്ലാം ഇവരായിരുന്നു. അപ്പോൾ ഇവരെ കൃത്യമായിട്ടും എലിമിനേറ്റ് ചെയ്തത് വഴി ഇവിടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന ബുദ്ധി കേന്ദ്രങ്ങളെ ഇസ്രായേൽ തകർത്ത് ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ മിസൈൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മിസൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫാക്ടറികൾ, അതിൻ്റെ കമ്പോണൻസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഇല്ലാതാക്കുന്ന സാഹചര്യമുണ്ടായി. എന്താണെങ്കിലും മിലിറ്ററിപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും സമ്പൂർണ്ണമായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ എല്ലാവരും പറയുന്ന പോലെ സമ്പൂർണ്ണമായിട്ട് ഇറാൻ്റെ മേലുള്ള ആധിപത്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. കാരണം ഇറാൻ ആവശ്യമുള്ളതുപോലെ മിസൈലുകൾ ഇസ്രായേലിൽ അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മിലിറ്ററിയുടെ കാപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്.